വെൽക്കം ബാക്ക് ടു വിനീസ് വൈറൽ വീഡിയോ. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പോട്ടി ഫ്രൈ ആണ്. ഇത് 1 കിലോ പോട്ടിയാണ്. ഇതെല്ലാം അകത്തെ എല്ലാം പൊളിച്ച് കളഞ്ഞ് കഴുകി ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞുറുക്കിയതിന് ശേഷം മഞ്ഞളും ഉപ്പുപൊടിയും ചേർത്ത് ഒരു 10 മിനിറ്റ് തിരുമ്മി വയ്ക്കുക. അതിനുശേഷം തിളച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഞെരടി ഒരു 5-6 നീര് ഞെരടി കഴുകി വെച്ചിരിക്കുന്ന പോട്ടിയാണ് ഇവിടെ പാത്രത്തിലിരിക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്ന പൊടികൾ ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, പുതിനയില നമ്മുടെ മുറ്റത്ത് തന്നെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. നമുക്ക് കറി വെക്കാനൊക്കെ കൊണ്ടുവരുന്നത് സ്വല്പം ഞുള്ളി എടുത്ത് കുഴിച്ചിട്ടാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിനൊക്കെ എടുക്കാനുള്ള കിട്ടും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്കിതിനകത്ത് ഈ ചേരുവകൾ പൊടികളൊക്കെ ചേർക്കാവേ. ആദ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ തിരുമ്മി കഴുകിയത് കൊണ്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യം വരത്തില്ല. അതിനുശേഷം 1 ടീസ്പൂണ് ഉപ്പുപൊടി. നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ അരിഞ്ഞ് എല്ലാം വഴറ്റി ചേർക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചേർക്കുന്നുണ്ട്. സ്വല്പം കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണേ 1 ടീസ്പൂണേ. നമ്മൾ ഗരം മസാല, മുളക് പൊടി 1 സ്പൂൺ ചേർക്കണേ. പിന്നെ മീറ്റ് മസാല 1 സ്പൂൺ ചേർക്കുന്നേ. മല്ലിപ്പൊടി നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, അത് നമുക്ക് പിന്നെ മുപ്പിച്ചൊക്കെ ചേർക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കുക്കറിനകത്തിട്ട് ഒരു 8 വിസിൽ. നമ്മൾ കുക്കറിൽ വെച്ച സാധനം വേകുമ്പോഴത്തേനും നമുക്ക് ഉരുളി ചൂടായതിനു ശേഷം എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാവേ. എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവേ. അതിന് ശേഷം നമുക്ക് സവോള എണ്ണ വെച്ച് ആദ്യം ഇടാമേ. നമുക്ക് സവോള നല്ലപോലെ ഒരു പകുതി കുറച്ച് വഴറ്റാവേ. സവോള വഴലുന്നതിന് സ്വല്പം ഉപ്പ് കൂടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് സവോള വഴലും. പകുതി വഴന്ന് കഴിയുമ്പോൾ ബാക്കി നമുക്ക് ചേരുവകൾ ചേർക്കാം. സവോള പകുതി വഴന്നേ നമുക്കിനി പൊളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാമേ. അതുപോലെ സ്വല്പം വാടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാമേ. ഇനി നമുക്ക് ആ കരിയാപ്പിലയും പുതിനയിലയും കൂടെ ചേർക്കാം. ഇത് നല്ലതുപോലെ വഴുന്നതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം. സവോള വഴന്ന് വന്നേ നമുക്കിനി ഇതിനകത്ത് ചേർക്കാനുള്ള പൊടികൾ സ്വല്പം കൂടെ എടുക്കാവേ. ഇപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർത്തില്ലല്ലോ, മല്ലിപ്പൊടി 1 സ്പൂണ്, ഒരു 1.5 സ്പൂൺ ചേർക്കുവാണേ. അതിനുശേഷം മീറ്റ് മസാല 1 സ്പൂൺ കൂടെ ചേർക്കുവാണേ. മുളക് പൊടി 1 സ്പൂൺ കൂടെ ചേർക്കുവാണേ. ഗരം മസാല ഒരു സ്വല്പം കൂടെ ചേർക്കുവാണേ. കുരുമുളക് പൊടി സ്വല്പം കൂടെ ചേർക്കുവാണേ. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, എങ്കിലും 1 സ്വല്പം കൂടെ ചേർക്കുക. നമ്മൾ ഇതിലേക്ക് ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിൽ ഇത് നമുക്ക് വഴറ്റിയ സവോളയ്ക്കകത്തോട്ട് ചേർക്കാം. സവോള വഴന്നു പൊടികളെല്ലാം കൂടെ ചേർക്കുക. ഇനി നമുക്ക് വിസിൽ വന്ന് അത് ഓഫാക്കിയിട്ട് ഇതിൻ്റെ എയർ പോയതിന് ശേഷം നമുക്ക് കുക്കറിനകത്തെ സാധനം ഉരുളിക്കകത്തോട്ട് ചേർക്കാം. വിസിൽ വന്ന് നമുക്കിത് തുറന്ന്
സംഭവം എല്ലാം ശരിയാക്കാവേ. പൊടികളൊക്കെ ചേർത്ത് വഴറ്റി വെച്ച സാധനത്തിലോട്ട് ഈ വെന്ത സാധനമിട്ട് വെന്ത കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണേ. നല്ലതുപോലെ മിക്സ് ചെയ്ത് അരപ്പിനകത്ത് കുറച്ച് സമയം കൂടെ കിടന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മളത് ഉരച്ച് എടുക്കണേ. ബോട്ടി ഫ്രൈ റെഡിയായി. നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒന്നാം തരം ബോട്ടി ഫ്രൈ റെഡിയായി.